ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ആഗ്രഹിക്കുന്നത്ര പണം സമ്പാദിക്കാൻ ഈ സീക്രട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ മൂല്യം തന്നെയാണ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പണം. നിങ്ങളുടെ മൂല്യം എത്രത്തോളം ഉണ്ടോ അതിന് തക്കതായ പണം നിങ്ങളിലേക്ക് വന്നിരിക്കും. നിങ്ങളുടെ മൂല്യം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പണമേ വരൂ. ഞാൻ കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്, എന്നെ കൊണ്ട് എന്തും സാധിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പണത്തിന് ലിമിറ്റ് ഉണ്ടാവില്ല. പണം ഒരു മോശം കാര്യമാണ് എന്ന തോട്ട് മാറ്റിവെക്കണം. പണത്തിനെ നിങ്ങൾ സ്നേഹിക്കണം, റെസ്പെക്ട് ചെയ്യണം. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ മൂല്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. സ്വപ്നത്തിന് ഒരു ഇനിഷ്യേഷൻ, ഒരു ആരംഭം കൊടുക്കുക. എന്നിട്ട് ആ സ്വപ്നത്തിന്റെ ഫ്രീക്വൻസിയിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. റിസ്ക് എടുക്കാനുള്ള പേടി, ഈഗോ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകളോട് സംസാരിച്ചു തുടങ്ങുക. മൈൻഡ് ഫോക്കസ് ആകുന്നില്ല. എല്ലാം മറന്നുകൊണ്ട് സ്വപ്നത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു, ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ലഭിച്ച സമയത്തിനുള്ളിൽ എത്ര സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു, നിങ്ങളുടെ കഴിവെന്താണ് എന്ന് അനലൈസ് ചെയ്യുക. എനിക്ക് എവിടെ ഫോക്കസ് ചെയ്താൽ ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയും, ഞാൻ എൻ്റെ കഴിവ് എവിടെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഇതിലൊക്കെ ഒന്ന് ഇരുന്ന് റിസർച്ച് ചെയ്യുക. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖല ഏതാണ്, എനിക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഏതിലേക്ക് എങ്ങനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം കിട്ടും, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറ്റേണ്ടതുണ്ടോ, ഞാൻ എന്നെ കൂടുതൽ ബ്രാൻഡ് ചെയ്യേണ്ടതുണ്ടോ, ഇതൊക്കെ ചിന്തിക്കുക. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ വലിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നന്നായി പറഞ്ഞ് കൊടുക്കാനുള്ള കഴിവ് വേണം. കിട്ടുന്ന പൈസ നന്നായിട്ട് മാനേജ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിവ് വേണം. കുറച്ച് പൈസ സമ്പാദിച്ച് കയ്യിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ ഒന്ന് സ്പെസിഫിക് ആയിരിക്കണം. നമ്മുടെ ലൈഫിന് മൂല്യമുണ്ടെന്ന് തിരിച്ചറിയണം. നിങ്ങൾ പണത്തിനെ തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൂല്യം കൂടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കഴിവുകൾ കൂടിക്കഴിഞ്ഞാൽ, നിങ്ങളെപ്പറ്റി ആളുകൾക്ക് ഒരു ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ പണം ഇങ്ങോട്ട് വന്നോളും. നിങ്ങളിലെ മികച്ച കഴിവ് കണ്ടെത്തി സമൂഹ നന്മയ്ക്കായിട്ട് അത് ഉപയോഗിക്കുക. നിങ്ങളെ ലോകം വാഴ്ത്തും.